ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ LP-UPയുടെ പരീക്ഷാ ഡേറ്റൊക്കെ വന്നു. ഇനി 70 ദിവസം മാത്രമേ നമ്മളുടെ മുന്നിൽ സമയമുള്ളൂ. വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക, സിലബസ് അടിസ്ഥാനമാക്കി പഠിച്ചുകൊള്ളുക, മോഡൽ എക്സാമുകൾ എഴുതി നോക്കുക, സ്കൂൾ പാഠപുസ്തകത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടണമെങ്കിൽ മോഡൽ എക്സാമുകൾ എഴുതണം, മോക്ക് ടെസ്റ്റുകൾ എഴുതണം. ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റുമായിട്ട് വന്നതാണ്. ഇവിടെ കാണാൻ കഴിയും സൈക്കോളജിയാണ് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസ് നോക്കാം. കേട്ടറ്റിനകത്ത് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ LP-UPയുടെ പരീക്ഷകളിൽ പല പരീക്ഷകളിലും വന്നിട്ടുള്ളതുമായ ഇപ്പോഴത്തെ രീതിയിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ സൈക്കോളജിയിൽ സാധാരണഗതിയിൽ വരാറുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു 10-12 മിനിറ്റ് കൊണ്ട് ഒരു 10 ചോദ്യം നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഏറ്റവും ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം, ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് വരും. ഇതിൽ ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യമാണ് ചോദിച്ചത്. ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എന്നുള്ളതാണ് കേട്ടോ. ഡിസ്പ്രാക്സിയ എന്നാണ് ഇത്, ഡിസ്പ്രാക്സിയ. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എന്നുള്ളതാണ്. എഴുതിയതിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കാണ്. രണ്ടാമത്തെ ചോദ്യം, കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിക്കുകയും പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്ന പഠനബോധന രീതിയാണ് സഹകരണ പഠനം, വ്യക്തി കേന്ദ്രീകൃത പഠനം, സെമിനാർ അവതരണം, സാമൂഹ്യ നാടകം. കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിക്കുകയും പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്ന പഠനബോധന രീതി ഏത്? പഠനബോധന രീതി 4 ഓപ്ഷനിൽ ഏത് പഠനബോധന രീതിയാണ് കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിച്ച് പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത് എന്നതാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, പ്രൈമറി ക്ലാസ്സുകളിൽ പഠനം എങ്ങനെയായിരിക്കണമെന്ന ചില പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് ഏതാണ്? പ്രൈമറി ക്ലാസ്സുകളിലാണ് പഠനം എങ്ങനെയായിരിക്കണം പ്രൈമറി ക്ലാസ്സിൽ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് എന്താണ്? നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുക പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രസ്താവനകളിൽ ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന, നമ്മൾ നല്ലൊരു അധ്യാപകൻ, നല്ലൊരു അധ്യാപിക എപ്പോഴും ചിന്തിക്കുന്നത് എന്തായിരിക്കും? കുട്ടികളുടെ നന്മയായിരിക്കും. അപ്പോൾ കുട്ടിക്ക് നന്മ പറ്റുന്ന രീതിയിൽ, നന്മ ലഭിക്കുന്ന രീതിയിലുള്ള പ്രൈമറി ക്ലാസ്സുകളിലെ പഠനം ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ചു കൊടുക്കണം. ബി, കുട്ടികൾക്ക് ഉള്ളടക്കം ലഭിക്കുന്നതിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്. സി, എല്ലാ യൂണിറ്റുകളും പൂർണ്ണമാക്കുന്നതായിരിക്കണം പ്രഥമ പരിഗണന, അതായത് പാഠപുസ്തകം തീർക്കുന്നതായിരിക്കണം പ്രഥമ പരിഗണന നൽകേണ്ടത്. ഡി, കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. പ്രൈമറി ക്ലാസ്സിൽ പഠനം എങ്ങനെയായിരിക്കണം? ഓക്കെ, ഈ പറഞ്ഞതിൽ ഏതാണ് നല്ലത്? പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണോ? കുട്ടികൾക്ക് ഉള്ളടക്കം ലഭിക്കാൻ വേണ്ടി അതിന് പ്രാധാന്യം നൽകുകയാണോ വേണ്ടത്? അല്ല, യൂണിറ്റുകൾ പൂർണ്ണമാക്കുന്നതിന് വേണോ നമ്മൾ പ്രാധാന്യം നൽകാൻ? അതല്ല, കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യം നൽകുന്നതായിരിക്കണമോ പഠനം എന്നതാണ് ചോദ്യം. നാലാമത്തെ ചോദ്യം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പ്രധാന ലക്ഷ്യം എന്ത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മുടെ സിലബസിലുള്ളതാണ്. എൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വ്യക്തിയുടെ ശക്തിയും കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിന്, മാതാപിതാക്കളുടെ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന്, വിദ്യാഭ്യാസത്തിൻ്റെ ചെലവ് കുറയ്ക്കുന്നതിന്, വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിന്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രധാന ലക്ഷ്യം. അഞ്ചാമത്തെ ചോദ്യം, ഫലപ്രദമായ ബോധനം എന്നത് പഠന നേട്ടങ്ങൾ കൈവരിക്കലാണോ? അനുയോജ്യമായ പഠനാനുഭവങ്ങൾ ഒരുക്കലാണോ? പഠനതന്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കലാണോ? മുകളിൽ കൊടുത്തിട്ടുള്ളതെല്ലാം ഇതിലേതാണ് ഫലപ്രദമായ ബോധനം?
എ ആണോ, ബി ആണോ, സി ആണോ, അതല്ല എയും ബിയും സിയും വരുമോ എന്നാണ് ചോദ്യം. ആറാമത്തെ ചോദ്യം, തരം തിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏതു ഘടകത്തെ പരിപോഷിപ്പിക്കുന്നതാകുന്നു? പ്രകൃതിപരമായ ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി, ബുദ്ധി നമുക്ക് പഠിക്കാനുണ്ട്, ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി. തരം തിരിക്കൽ എന്ന പ്രവർത്തനം ഏത് ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്? അല്ലെങ്കിൽ ആ പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏതു ഘടകത്തെ പരിപോഷിപ്പിക്കുന്നതാകുന്നു? നമ്മുടെ നോക്കുക, പ്രകൃതിപരമായ ബുദ്ധിയാണോ, ഭാഷാപരമായ ബുദ്ധിയാണോ, ഗണിതപരമായ യുക്തിചിന്താപരമായ ബുദ്ധിയാണോ, ശാരീരിക ചലനപരമായ ബുദ്ധിയാണോ തരംതിരിക്കൽ എന്ന് പറയുന്ന പ്രവർത്തനം നൽകുന്നത്? ഏഴാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിരന്തര വിലയിരുത്തലിന്റെ ലക്ഷ്യമല്ലാത്തത് എന്ത്? ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിരന്തര വിലയിരുത്തലിന്റെ ലക്ഷ്യമല്ലാത്തത് ഏത്? കുട്ടിയെക്കുറിച്ച് രക്ഷിതാവിന് ഫീഡ്ബാക്ക് നൽകുന്നതിന്, പഠിതാവിനെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് നന്നായി പഠിക്കാൻ ഉപദേശിക്കുന്നതിന്, പഠനബോധന പ്രക്രിയയുടെ ഫലപ്രാപ്തി കണ്ടെത്തുന്നതിന്, കുട്ടിയുടെ പഠന പ്രശ്നം കണ്ടെത്തുന്നതിന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നിരന്തര വിലയിരുത്തലിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലക്ഷ്യമേത് എന്നല്ല, ലക്ഷ്യമല്ലാത്തത് ഏത്? ഈ ഒരു വേർഡ് നമ്മുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് മാർക്ക് പോവും അല്ലേ? എട്ടാമത്തെ ചോദ്യം അത് കിട്ടും, പക്ഷെ ശ്രദ്ധയോടെ വായിക്കണം. എട്ടാമത്തെ ചോദ്യം, ഓപ്ഷൻ വായിച്ചു. എട്ടാമത്തെ ചോദ്യം, ചർച്ചാ രീതിയുടെ നേട്ടം എന്ത്? വൈകാരിക സംഘർഷം ഉണ്ടാക്കുന്നു, മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തം, പരിമിതമായ വിദ്യാർത്ഥികളുടെ മേധാവിത്വം, അനാവശ്യമായ വാദപ്രതിവാദം ഉണ്ടാക്കുന്നു. ചർച്ചാ രീതിയുടെ നേട്ടം എന്ത് എന്നതാണ് ചോദ്യം. നേട്ടമാണ് ചോദിച്ചത്. ഇവിടെ നോക്കുക, സംഘർഷം ഉണ്ടാക്കുന്നു അല്ലെ? ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ എന്ത് ചെയ്യുക, എഴുതുക. ഒൻപതാമത്തെ ചോദ്യം, വിവിധങ്ങളായ കഴിവുകളും പഠന നിലവാരവുമുള്ള കുട്ടികളുടെ പഠനത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത ബോധന ശൈലി ഏതാണ്? പഠനത്തിന് ഊന്നൽ നൽകൽ, എല്ലാ കുട്ടികളും ഒരേ പഠന നിലവാരം ആർജിക്കാനുള്ള ഊന്നൽ, പഠന പ്രതികരണം തെറ്റായാലും ശരിയായാലും അതാത് സമയം തന്നെ ഉചിതമായ ഫീഡ്ബാക്ക് നൽകൽ, സഹകരണാത്മക പഠനത്തിന് ഊന്നൽ നൽകൽ. ഒൻപതാമത്തെ ചോദ്യം, വിവിധങ്ങളായ കഴിവുകളും പഠന നിലവാരവുമുള്ള കുട്ടികളുടെ പഠനത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. പത്താമത്തെ ചോദ്യം, മൂല്യങ്ങളും മനോഭാവങ്ങളും വളരുക എന്നത് എന്തിനുദാഹരണമാണ്? അന്വേഷണ ഉദ്ദേശങ്ങൾ, നൈപുണ്യ ഉദ്ദേശങ്ങൾ, വൈകാരിക ഉദ്ദേശങ്ങൾ, ഉള്ളടക്ക ഉദ്ദേശങ്ങൾ. ഇതിലേതാണ് മൂല്യങ്ങളും മനോഭാവങ്ങളും വളരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ 10 ചോദ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 10 ചോദ്യത്തിൻ്റെയും ആൻസേഴ്സ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഡിസ്ലക്സിയ അല്ലേ? ഭാഷാപരമായ പഠന വൈകല്യം, ഡിസ്ഗ്രാഫിയ എഴുത്ത്, കാൽക്കുലിയ ഗണിതം, ഡിസ്പ്രാക്സിയ ശാരീരികമായിട്ടുള്ള അല്ലേ മോട്ടോർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ചോദ്യം, കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിക്കുകയും പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്ന പഠനബോധന രീതിയാണ് സഹകരണ പഠനം. വ്യക്തി കേന്ദ്രീകൃതമല്ല, സെമിനാർ അവതരിപ്പിക്കുകയല്ല, സാമൂഹ്യ നാടകമല്ല. ഇവിടെ സഹകരണ പഠനമാണ്. മൂന്നാമത്തെ ചോദ്യം, പ്രൈമറി ക്ലാസ്സുകളിൽ പഠനം എങ്ങനെയായിരിക്കണം എന്ന ചില പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് ഏതാണ്? പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ചു കൊടുക്കണം. കുട്ടിക്ക് ഉള്ളടക്കം ലഭിക്കുന്നതിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്. എല്ലാ യൂണിറ്റുകളും പൂർണ്ണമാക്കുന്നതിനായിരിക്കണം പ്രഥമ പരിഗണന. ഇവിടെ ഏറ്റവും ഉചിതമായത് ഈ 4 ഓപ്ഷനിൽ ഏതാണ് കുട്ടിയുടെ നന്മയ്ക്ക് നല്ലത് എന്ന് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കുട്ടിയുടെ അന്വേഷണത്തിനും അന്വേഷണാത്മക ചിന്തയ്ക്കും പ്രാധാന്യം നൽകുന്ന പ്രവർത്തനം ആയിരിക്കണം. കുട്ടിയുടെ അന്വേഷണാത്മക ചിന്തയ്ക്ക് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനമായിരിക്കണം നൽകേണ്ടത്. പ്രൈമറി ക്ലാസ്സുകളിലെ പഠനം കുട്ടിയുടെ അന്വേഷണാത്മക ചിന്തയ്ക്ക് പ്രാധാന്യം നൽകുന്നതായിരിക്കണം. അല്ലാതെ കുട്ടിക്ക് ഉള്ളടക്കം ലഭിക്കുക, അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് തീർക്കുക, അതുപോലെ പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ച് കൊടുക്കുക, ഇതിനേക്കാളും കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരവാദമാണ് കുട്ടിയുടെ അന്വേഷണാത്മക
ചിന്തയ്ക്ക് പ്രാധാന്യം നൽകുന്ന തരത്തിലായിരിക്കണം പ്രൈമറി ക്ലാസ്സുകളിൽ പഠനം. നാലാമത്തെ ചോദ്യം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിന്. അല്ലാതെ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് കുറയ്ക്കാനാണോ? അല്ല. മാതാപിതാക്കളെ സജീവ പങ്കാളിത്തത്തിനാണോ? അല്ല. വ്യക്തിയുടെ ശക്തിയും കഴിവുകളും പരിപോഷിപ്പിക്കാനാണോ? അല്ല. പകരം വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിനാണ്. അഞ്ചാമത്തെ ചോദ്യം, ഫലപ്രദമായ ബോധനം എന്നത് പഠന നേട്ടങ്ങൾ കൈവരിക്കൽ, അനുയോജ്യമായ പഠനാനുഭവങ്ങൾ ഒരുക്കൽ, പഠന തന്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കൽ. തീർച്ചയായിട്ടും ഇതെല്ലാം അനുയോജ്യമായ പഠനമാണ്. അപ്പോൾ ഇതെല്ലാമാണ്. അപ്പോൾ മുകളിൽ കൊടുത്തവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ആറാമത്തെ ചോദ്യം, തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗണിതപരമായ യുക്തിചിന്താപരമായ ബുദ്ധി, ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധിയെയാണ് അത് പരിപോഷിപ്പിക്കുന്നത്, തരംതിരിക്കൽ എന്ന പ്രവർത്തനം. ഏഴാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിരന്തര വിലയിരുത്തലിന്റെ ലക്ഷ്യമല്ലാത്തത് എന്നാണ് ചോദിച്ചത്. കുട്ടിയെക്കുറിച്ച് രക്ഷിതാവിന് ഫീഡ്ബാക്ക് നൽകുന്നതിന്, പഠിതാവിനെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് നന്നായി പഠിക്കാൻ ഉപദേശിക്കുന്നതിന്. ഒരു കാരണവശാലും ചെയ്യേണ്ടതില്ല അല്ലേ? അപ്പോൾ ഇവിടെ ലക്ഷ്യമല്ലാത്തത് എന്നാ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ബി ആണ്. പഠനബോധന പ്രക്രിയയുടെ ഫലപ്രാപ്തി കണ്ടെത്താൻ, കുട്ടിയുടെ പഠന പ്രശ്നം കണ്ടെത്താൻ, അതൊക്കെ ഓക്കെ ആണ്. പക്ഷെ ലക്ഷ്യമല്ലാത്തത്, അതൊക്കെ ലക്ഷ്യമാണ്. ഇത് ലക്ഷ്യമല്ലാത്തത് എന്താണ്? കുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല. എട്ടാമത്തെ ചോദ്യം, ചർച്ചാരീതിയുടെ നേട്ടം എന്താണ്? വൈകാരിക സംഘർഷം ഉണ്ടാക്കുന്നു. നേട്ടമാണോ അത്? അല്ല, തെറ്റ്. മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തം, അത് നേട്ടമല്ലേ? അതെ. പരിമിതമായ വിദ്യാർത്ഥികളുടെ മേധാവിത്വം, തെറ്റല്ലേ? മേധാവിത്വം പരിമിതമാണ്. അനാവശ്യമായ വാദപ്രതിവാദം ഉണ്ടാകുന്നു, നേട്ടമാണോ? അല്ല. നോക്കുക, മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തം തന്നെയാണ് ചർച്ചാരീതിയുടെ നേട്ടം എന്ന് പറയുന്നത്. ഒൻപതാമത്തെ ചോദ്യം, വിവിധങ്ങളായ കഴിവുകളും പഠന നിലവാരവുമുള്ള കുട്ടികളുടെ പഠനത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത ബോധന ശൈലി. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെയുള്ളത് ആവണം? പഠനത്തിന് ഊന്നൽ നൽകൽ, എല്ലാ കുട്ടികളും ഒരേ പഠന നിലവാരം ആർജിക്കാനുള്ള ഊന്നൽ, പഠന പ്രതികരണം തെറ്റായാലും ശരിയായാലും അതാത് സമയം തന്നെ ഉചിതമായ ഫീഡ്ബാക്ക് നൽകൽ, സഹകരണാത്മക പഠനത്തിന് ഊന്നൽ നൽകൽ. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക, വിവിധങ്ങളായ കഴിവുകൾ അല്ലേ? ഇപ്പം ചില കുട്ടികൾക്ക് പല രീതിയിലായിരിക്കും, പല തലങ്ങളിലായിരിക്കും ആ കുട്ടിയുടെ കഴിവുണ്ടാവുക. അവൻ്റെ പഠന നിലയിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ പഠന നിലവാരത്തിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ പഠന നിലവാരത്തിലുള്ള കുട്ടികളുടെ പഠനത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നാണ് ചോദിച്ചത്. അതായത് എല്ലാ കുട്ടികളും ഒരേ പഠന നിലവാരത്തിൽ വരണം എന്ന രീതിയിൽ, ഒരേ പഠന നിലവാരം ആർജിക്കണം എന്ന രീതിയിലുള്ള പഠിപ്പിക്കൽ അല്ലെങ്കിൽ ബോധന ശൈലി പാടില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. പത്താമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം, മൂല്യങ്ങളും മനോഭാവങ്ങളും വളരുക എന്നത് എന്തിനുദാഹരണമാണ്? അന്വേഷണ ഉദ്ദേശങ്ങളാണോ? നൈപുണ്യ ഉദ്ദേശങ്ങളാണോ? വൈകാരിക ഉദ്ദേശങ്ങളാണോ? ഉള്ളടക്ക ഉദ്ദേശങ്ങളാണോ? തീർച്ചയായിട്ടും വൈകാരിക ഉദ്ദേശങ്ങളാണ്. വൈകാരിക ഉദ്ദേശങ്ങളാണ്. 10 ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വരാം. പേജ് 3 അക്കാദമിയിൽ 70 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 70 ദിവസം, 70 റിവിഷൻ എക്സാം, 70 മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പരിശീലനമാണ്. 1200 രൂപയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസമായി. ക്ലാസ്സുകൾ ഇതും തന്നെ മിസ്സായി പോകുന്നതല്ല, റെക്കോർഡ് രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. ഒപ്പം തന്നെ മെൻറ്ററുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കും. മെൻറ്ററുടെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ചൂടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക? വിളിക്കുക. വീഡിയോ രൂപത്തിലുള്ള ക്ലാസ്സുകൾ, നോട്ട്സുകൾ ഡെയിലി ഒരു 70 ദിവസത്തെ ഒരു ടൈം ടേബിളാണ് നമ്മൾ തരുന്നത്. ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയ പഠനമാണ്. ഓരോ ദിവസവും പഠിക്കാൻ തരുന്ന പോർഷനെ ബേസ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത ദിവസം റിവിഷൻ ഉണ്ടാകും. അതുകൂടാതെ PSC എങ്ങനെയാണോ 100 മാർക്കിന് ഒരു പരീക്ഷ നടത്തുന്നത് അതേ രീതിയിലുള്ള ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, ഇപ്പോഴത്തെ പാറ്റേൺ ഫോളോ ചെയ്യുന്ന, നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള, സ്കൂൾ പാഠപുസ്തകത്തെ ബേസ്ഡ് ആക്കിയിട്ടുള്ള 100 മാർക്കിൻ്റെ ഒരു മോഡൽ എക്സാം OMRൽ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ സഹിതമുള്ള 100 മാർക്കിൻ്റെ മോഡൽ എക്സാം നമ്മൾ നടത്തുന്നുണ്ട്. ഡെയിലി മോഡൽ എക്സാം എഴുതിയാലുള്ള ഗുണം ടൈം മാനേജ്മെൻറ്റ്, പരീക്ഷാ പേടി മാറ്റാൻ പറ്റും,
ടൈം മാനേജ്മെൻറ്റ് കിട്ടും, പരീക്ഷാ പേടി മാറ്റാൻ പറ്റും, ഇപ്പോഴത്തെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും, നമ്മളുടെ വീക്കായിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് നമുക്കറിയാൻ പറ്റും, ആ ഭാഗത്തെ നമുക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ വിജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ കോഴ്സിനകത്തുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ, താങ്ക് യു.